ഹലോ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പുതിയൊരു റെസിപ്പിയാണ്. ഒരു സ്നാക്കിൻ്റെ റെസിപ്പി. ബ്രെഡിൽ ചിക്കൻ മസാല ചേർത്തുണ്ടാക്കുന്ന ഒരു ചിക്കൻ ഗോൾഡ് കോയിൻ. ഇത് നിങ്ങൾക്ക് ഏത് മസാല വെച്ചിട്ടും ഉണ്ടാക്കാം. വെജിറ്റബിൾ മാത്രം ചേർത്തുണ്ടാക്കാം. വെജിറ്റബിൾ ഗോൾഡ് കോയിൻ. അങ്ങനെ ഓരോ തരത്തിലുള്ള ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ചൂടോടെ സോസും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് പീസായിട്ട് മുറിച്ചെടുക്കണം. ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ പിന്നെ ചെറിയ സ്റ്റീലിൻ്റെ അടപ്പുകളോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ റൗണ്ട് പീസ് ബ്രെഡ് ആക്കിയിട്ടെടുക്കാം. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഇതിൻ്റെ ബ്രൗൺ സൈഡെല്ലാം കുറച്ച് പെട്ട് പോകുന്നുണ്ട്. ഇനി മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഉള്ളി, ക്യാപ്സിക്കം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി എല്ലാം ചെറുതായി അരിയണം. ഉള്ളി ചെറുതായി അരിയണം, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിയണം, പച്ചമുളക് ചെറുതായി അരിയണം, ക്യാപ്സിക്കം ചെറുതായി അരിയണം, എല്ലാം ചെറുതായി അരിയണം. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ വേവിച്ച് മിക്സിയിലിട്ടൊന്ന് നുറുക്കിയെടുത്തതാണിത്. നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് ഈ മസാലകളെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കണം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിക്കുക. അപ്പോൾ അതിൻ്റെ നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള മസാലകളെല്ലാം കൂടി ചേർത്ത് ഒന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഈ ഉള്ളി ചേർക്കാം. വഴിയായി ഓരോന്ന് ചേർത്തിട്ട് വാട്ടിയെടുക്കാം. അതെല്ലാ കാര്യങ്ങളും നമ്മൾ മസാല ഉണ്ടാക്കാൻ ഏകദേശം ഇങ്ങനെ തന്നെ. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതും ക്യാപ്സിക്കം ചേർക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കണം. ചെറിയൊരു വ്യത്യാസം മാത്രം. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കവും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വാടട്ടെ. പിന്നെ ഇതിൻ്റെ അളവ് കുറയാൻ വിട്ടുപോയി. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി, ഒരു ക്യാപ്സിക്കം, ഒരു 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. കുറച്ച് സമയം, ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായി ഈ മസാലയോട് ചിക്കൻ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ബ്രെഡിൽ ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായി ഒരു കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ചൂടാറാൻ വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൽ ഒട്ടിച്ച് വെക്കണം. ഓരോ ബ്രെഡ് പീസും എടുത്തിട്ട് നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ബ്രെഡ് പീസിന് ചുറ്റും കറക്റ്റായിട്ട് ഒട്ടിച്ച് വെക്കണം. അങ്ങനെയെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഒരു കോട്ടിങ് വേണം. അതിനു വേണ്ടി ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് മൈദ നല്ല കട്ടിയായിട്ട് കലക്കിയിട്ട് ഈ മുട്ടയും ആ മൈദ മിക്സും കൂടി ചേർത്ത് ഒരു കൂട്ടുണ്ടാക്കുക. ആ കൂട്ട് ഇത്രയും കട്ടിയിൽ കലക്കണം. മൈദ വെള്ളം പോലെ ആയിപ്പോകരുത്. നമുക്ക് മുട്ടയും കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ മൈദ കലക്കിയത് നമ്മൾ മുട്ടയിൽ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ലൂസ് കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ മൈദ കട്ടിയിൽ കലക്കിയിട്ട് ഇതിൽ ചേർക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഒട്ടിച്ച് വെച്ച ഓരോ ബ്രെഡും എടുത്തിട്ട്
ഇതിൽ ഈ കൂട്ടിങ്ങനെ നന്നായിട്ട് ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് പുരട്ടിയെടുക്കണം. എല്ലാ ഭാഗത്തും സൈഡിലും നടുവിലും എല്ലാം നന്നായിട്ട് പൊതിഞ്ഞതുപോലെ ഈ കൂട്ടൊന്ന് പുരട്ടിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെളുത്ത എള്ള് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട്, മൈദ ഉള്ള ഭാഗത്തെല്ലാം ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക, നന്നായിട്ട് വിതറി കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും എടുത്ത് മൈദ പുരട്ടി അതിന് മേലെ വെളുത്ത എള്ള് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോന്നും ഞാൻ കയ്യിലെടുത്ത് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പ്ലേറ്റിലോ അല്ലെങ്കിൽ ട്രേയിലോ ഇങ്ങനെ നിരത്തി വെച്ച് ഒരുമിച്ചങ്ങ് മൈദ പുരട്ടി എള്ളും നമുക്ക് സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് കഴിയും. അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, എടുത്ത് കഴിക്കാൻ തോന്നില്ലേ? ഇനിയിപ്പോൾ നമുക്ക് പൊരിക്കുകയും കൂടി ചെയ്താൽ സൂപ്പറായിരിക്കും. അപ്പം ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായി ചേർത്ത് നന്നായി ചുവക്കെ പൊരിച്ചെടുക്കണം. ഇതിൻ്റെ എള്ള് ചേർത്ത ഭാഗം അങ്ങനെ ചുവന്ന് വരില്ല, വൈറ്റ് കളറായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ബ്രെഡിൻ്റെ പുറം ഭാഗം നല്ല ചുവന്ന് വരും, നല്ല റോസ്റ്റായി വരും. പക്ഷെ നല്ല ക്രിസ്പിയാണ്. എള്ള് ചേർത്ത ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോടെ നിങ്ങൾ സോസും ചേർത്ത് കഴിക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. പിന്നെ നിങ്ങൾക്കിത് മധുരത്തിൻ്റെ ഫില്ലിങ്ങും വെച്ചിട്ട് ഉണ്ടാക്കാം. അത് മധുരപ്പണ്ടം, നല്ല നമ്മുടെ തേങ്ങ കൊണ്ടും മുട്ട കൊണ്ടുള്ള മധുരമുള്ള പണ്ടം ഉണ്ടാക്കുമല്ലോ, മധുരമുള്ള ഫില്ലിങ്, അതും വേണമെങ്കിൽ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യാം. മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും പിന്നെ എരിവും അധികം പറ്റാത്തവർക്കൊക്കെ അങ്ങനെ മധുരം വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. ഇതിന് ഒരുപാട് എരിവൊന്നുമില്ല. കുറച്ച് പച്ചമുളക് ചേർത്ത എരിവ് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ എരിവ് മാത്രമേ ഉള്ളൂ. കൂടുതൽ എരിവ് വേണ്ടുന്നവർക്ക് കുരുമുളക് പൊടിയോ മറ്റോ ചേർക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ സപ്പോർട്ടും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കതൊരു പ്രോത്സാഹനമായിരിക്കും. വീണ്ടും വീണ്ടും റെസിപ്പി ഇടാനൊരു ഇഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇനിയും ഞാൻ നല്ല നല്ല റെസിപ്പികളായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.